ഡിയർ ഫ്രണ്ട്സ്, ഇൻസ്പയർഡ് സോഴ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പങ്കുവയ്ക്കുന്ന വിഷയം എന്ന് പറയുന്നത് എങ്ങനെയാണ് കൈലാസ അനുഭവം ഉണ്ടാകുന്നത്. ഇപ്പോൾ ഞാൻ കഴിഞ്ഞ ഇടയ്ക്ക് ഒരു വീഡിയോ കാണുകയുണ്ടായി. തസ്മൈ ഗുരുജി എന്ന് പറയുന്ന ഒരു ആളുടെ SMS മെഡിറ്റേഷനിലൂടെ ഒരു കുട്ടിക്ക് കൈലാസത്തിൽ പോയ അനുഭവം ഉണ്ടായതും അവിടെ വെച്ച് ഗണപതിയെയും ശിവനെയും ഒക്കെ മീറ്റ് ചെയ്ത ഒരു അനുഭവം ഉണ്ടായതായിട്ട് ഒരു കുട്ടി പങ്കുവയ്ക്കുകയുണ്ടായി. അത് റിയലായിട്ട് ഫീൽ ചെയ്യുന്നതായിട്ടൊക്കെ ആ കുട്ടി പറയുകയുണ്ടായി. അപ്പോൾ എങ്ങനെയാണ് ഇങ്ങനെയുള്ള ഒരു അനുഭവങ്ങൾ ഉണ്ടാകുന്നത്? ഇതൊരു ഇമാജിനേഷനിലൂടെ ഉണ്ടാകുന്നതാണെന്ന് പലപ്പോഴും നമുക്ക് മനസ്സിലാക്കാവുന്ന ഒരു കാര്യമാണ്. നമ്മൾ ലോജിക്കലായിട്ട് ചിന്തിക്കുമ്പോൾ ഒരു ഇമാജിനേഷനിലൂടെയൊക്കെ കണ്ടെത്തുന്ന ഒരു കാര്യമാണ് ഒരു ഇങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ടാകുക എന്ന് പറയുന്നത്. പിന്നെ പല ഇത് റിലീജിയൻസിലും നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇപ്പം എന്താ പറയുക, ഒരു ക്രിസ്ത്യാനിറ്റിയിൽ ഇപ്പോൾ യേശുവിനെ കാണുന്നതായിട്ടും അല്ലെങ്കിൽ അങ്ങനെ വിശുദ്ധരെ കാണുന്നതായിട്ടും ഒക്കെ. അപ്പോൾ ഓരോ മതവിഭാഗത്തിലും അങ്ങനെ ഓരോരുത്തർക്ക് അനുഭവങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഈ അനുഭവങ്ങൾ ഉണ്ടാകുന്നത് വഴി അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഒരു ഇമാജിനറി ഒരു എക്സ്പീരിയൻസിലൂടെ അവർ ദൈവത്തെ കാണുന്നത് കൊണ്ട് എന്തെങ്കിലും ഉപദ്രവം ഉണ്ടോ, അല്ലെങ്കിൽ ഇത് എന്തെങ്കിലും ഒരു റിയാലിറ്റിക്ക് എതിരാണോ എന്നുള്ളതൊക്കെയാണ് നമ്മൾ കാണാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് മെയിനായിട്ട് കാണാനായിട്ടുള്ളത് ഇത് മെയിനായിട്ട് 4 Ds ആണ്. എന്തൊക്കെയാണ് ഈ 4 Ds? ഈ വ്യക്തികൾ ഈ 4 Ds അവർക്ക് സംഭവിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ഇതിൽ ഒരു പ്രശ്നമുണ്ടെന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അതിൽ വരുന്ന ഒരു കാര്യം എന്ന് പറയുന്നതാണ് ഡിസോർഡർ. അപ്പോൾ അവരൊരു ഡിസോർഡറിലാണ് പോകുന്നത്. അവരുടെ ലൈഫ് ഒരു ഡിസോർഡറിൽ എന്നാൽ നോർമാലിറ്റി വിട്ടൊരു ഡിസോർഡറിലൂടെ പോവുകയാണെങ്കിൽ അതൊരു പ്രശ്നമാണെന്ന് പറയാം. പിന്നീട് രണ്ടാമത് വരുന്ന D എന്ന് പറയുന്നത് ഡിസ്ഫങ്ഷൻ ആണ്. ഡിസ്ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ അവരുടെ കാര്യങ്ങളിലെല്ലാം നോർമൽ അല്ലാത്ത ഫങ്ഷനിങ് കണ്ടുവരുന്ന ഒരു പ്രതിഭാസത്തെയാണ് നമ്മൾ ഡിസ്ഫങ്ഷൻ എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ ഡിസ്ട്രെസ്, അവർക്ക് ഡിസ്ട്രെസ് വരുന്നുണ്ടോ, ഇത് അവർക്ക് ഒത്തിരി സ്ട്രെസ് ക്രിയേറ്റ് ചെയ്യുന്നു. ഈ അനുഭവം ഉണ്ടാകുന്നത് വഴി അവർക്ക് ഒത്തിരി സ്ട്രെസ് ഉണ്ടാവുകയും മറ്റുള്ളവർക്ക് സ്ട്രെസ് കോസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതും ഒരു പ്രശ്നമായിട്ട് വരാവുന്നതാണ്. പിന്നെ വരുന്ന ഒരു D ആണ് ഡേഞ്ചർ എന്ന് പറയുന്നത്. ഈ ഡേഞ്ചർ എന്ന് പറയുന്നത് അവർക്ക് തന്നെ ഡേഞ്ചറസ് ആവാം, മറ്റുള്ളവർക്കും ഡേഞ്ചറസ് ആവാം. അപ്പം ഇങ്ങനെയുള്ള 4 Ds അവരിൽ ഉണ്ടാകുന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള അനുഭവങ്ങൾ കൊണ്ട് അവർക്ക് പ്രശ്നമുണ്ടെന്ന് പറയാം. പക്ഷെ മെജോറിറ്റി ഓഫ് ദ എക്സ്പീരിയൻസസ്, അതായത് ഇങ്ങനെയുള്ള കൈലാസ അനുഭവം ഉണ്ടാകുന്നവരോ അല്ലെങ്കിൽ എന്തെങ്കിലും വിശുദ്ധരെ കാണുന്ന അനുഭവം ഉണ്ടാകുന്നവരോ അവരാരും ഒരു ഉപദ്രവകാരികളായിട്ട് മാറിയതായി നമുക്ക് പലപ്പോഴും നമുക്ക് അതിൻ്റെ കണക്കെടുക്കുകയാണെങ്കിൽ നമുക്ക് അവർ ഉപദ്രവകാരികളാവുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നില്ല. പലപ്പോഴും അവർക്കൊരു ഡെയിലി പള്ളിയിൽ പോകുന്ന ആളുകൾക്കാണെങ്കിലും അല്ലെങ്കിൽ ഡെയിലി അമ്പലത്തിൽ പോകുന്ന ആളുകൾക്കാണ് ഇങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ടായതായിട്ട് അവർ പറയുന്നുണ്ട്. ചിലർ പുറത്തും പറയുന്നില്ല. അപ്പം എന്തുകൊണ്ടാണ് ഇങ്ങനെയുള്ള ഒരു അനുഭവങ്ങൾ ഒക്കെ മനുഷ്യർക്ക് ഉണ്ടാകുന്നത്? ഇതൊരു മൈൻഡിൻ്റെ എക്സ്പ്രഷൻ ആയിരിക്കാം, ഇമാജിൻ്റെ എക്സ്പീരിയൻസ് ആയിരിക്കും, എന്തെങ്കിലും ആയിക്കൊള്ളട്ടെ. അപ്പം എന്തുകൊണ്ടാണ് ഇങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ടാകുന്നത്? ഇപ്പം നമുക്ക് കാൾ യൂങ് എന്ന് പറയുന്ന സൈക്കോളജിസ്റ്റ്, അതായത് സിഗ്മണ്ട് ഫ്രോയിഡിന്റെ ശിഷ്യനായ കാൾ യൂങ് എന്ന സൈക്കോളജിസ്റ്റ് കളക്റ്റീവ് അൺകോൺഷ്യസിനെ കുറിച്ച് പറയുന്നുണ്ട്. ഫ്രോയിഡ് അൺകോൺഷ്യസിനെ കുറിച്ച് പറയുമ്പോൾ ഇദ്ദേഹം കളക്റ്റീവ് അൺകോൺഷ്യസിനെ കുറിച്ച് പറയുന്നു. ഈ കളക്റ്റീവ് അൺകോൺഷ്യസ് എന്ന് പറയുന്നത് കളക്റ്റീവ് ആയിട്ടുള്ള ചില എക്സ്പീരിയൻസുകളെ നമ്മുടെ മൈൻഡ് പലപ്പോഴും ഹൈഡ് ചെയ്ത് വെക്കുന്നുണ്ട്. അതിൻ്റെ എക്സ്പ്രഷനായിട്ട് പല ബിഹേവിയറുകളും നമുക്ക് ഉണ്ടാകുന്നതായിട്ട് അദ്ദേഹം പറയുന്നുണ്ട്. അപ്പോൾ ഫോർ എക്സാമ്പിൾ ഭാരതാംബ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് നമ്മൾ ഇന്ത്യക്കാരെല്ലാവരും ഹോൾഡ് ചെയ്യുന്ന ഒരു കൺസെപ്റ്റാണ് ഭാരതാംബ എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ നമ്മൾ പല റിലീജിയസ് ബിലീഫ്സ് ഹോൾഡ് ചെയ്യുന്നവരായതുകൊണ്ട് പല രീതിയിലുള്ള ദൈവിക സങ്കല്പങ്ങൾ നമ്മൾ ഹോൾഡ് ചെയ്യുന്നുണ്ട്. ശിവനായിട്ടും അല്ലെങ്കിൽ യേശുക്രിസ്തു അല്ലെങ്കിൽ ശ്രീ ബുദ്ധൻ, ഗുരുനാനക്, അങ്ങനെ പല വ്യക്തികളെ ഹോൾഡ് ചെയ്യുന്ന ആളുകളുണ്ട്. അപ്പം ഈ വിധത്തിൽ തങ്ങളുടെ റിലീജിയസ് ബിലീഫായിട്ട് ബന്ധപ്പെട്ട് പോകുമ്പോൾ ആ റിലീജിയസ് ബിലീഫിൽ അവർ കണ്ടെത്തുന്ന ദൈവങ്ങൾ, ആ ദൈവങ്ങളോട് അവർക്കൊരു ക്ലോസ്നെസ് ഓട്ടോമാറ്റിക്കലി ആളുകൾക്ക് വരുന്നുണ്ട്. മാത്രമല്ല അവർ പള്ളിയിലേക്ക് പോകുമ്പോൾ അല്ലെങ്കിൽ അമ്പലത്തിലേക്ക് പോകുമ്പോൾ അവിടെ ഒരു പോസിറ്റീവ് എനർജി ഉണ്ടാകുന്നുണ്ട്. എങ്ങനെയാണ് ഈ പോസിറ്റീവ് എനർജി ഉണ്ടാകുന്നത്? അവർക്ക് ഒരു പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അവർക്ക് അത് തുറന്നു പറയാൻ ആരുമില്ലാതാകുമ്പോൾ അവർ ദൈവത്തോടാണ് അത് തുറന്നു പറയുന്നത്. അപ്പം ഈ ദൈവം യേശുക്രിസ്തുവിൻ്റെ രൂപത്തിലും അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ രൂപത്തിലും അല്ലെങ്കിൽ ഗുരുനാനാക്കിൻ്റെ അല്ലെങ്കിൽ ശ്രീ ബുദ്ധയുടെ രൂപത്തിൽ ഒക്കെ നമ്മുടെ മുന്നിൽ പ്രസൻ്റായിട്ട്, വ്യക്തികളുടെ മുന്നിൽ പ്രസൻ്റായിട്ട് ഇരിക്കുന്നതായിട്ട് അവർക്ക് അത് അനുഭവപ്പെടുന്നു. ആ ദൈവത്തോട് അവർ സ്വയം അവരുടെ തന്നെ ഉള്ളു തുറക്കുന്നതായിട്ട് അനുഭവപ്പെടുകയും അതിൽ നിന്നൊരു പോസിറ്റിവിറ്റി ഉണ്ടാവുകയും ഈ പോസിറ്റിവിറ്റി ചുറ്റുമുള്ളവർക്ക് അവർ കൊടുക്കുകയും ചെയ്യുന്നു എന്നുള്ളത് ഒരു വളരെ വലിയൊരു കാര്യം തന്നെയാണ്. നമുക്ക് ചുറ്റും നമ്മൾ കണ്ണോടിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ തന്നെ അനുഭവങ്ങളിലൂടെയും നമുക്കിത് മനസ്സിലാക്കാവുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഈ വിധത്തിലുള്ള അനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾ ഒരിക്കലും ഭയങ്കരമായിട്ട് ഭയചകിതരാവുകയോ അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ഇതാവുകയോ ചെയ്യേണ്ട. കാരണം ഇത് നമ്മുടെ ലൈഫിനെ പോസിറ്റീവായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ അനുഭവങ്ങളിൽ നിന്ന് ആളുകൾക്ക്
അവർക്ക് ഒത്തിരി മാറ്റങ്ങൾ സംഭവിക്കുകയും അതോടൊപ്പം തന്നെ അവരുടെ ലൈഫിൽ മാത്രമല്ല മറ്റുള്ളവരുടെ ലൈഫിൽ പോസിറ്റിവിറ്റി കൊടുക്കാനായിട്ട് അവർക്ക് സാധിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ ദീസ് എക്സ്പീരിയൻസസ് ആർ ഹെൽപ്പിംഗ് ദ പീപ്പിൾ. താങ്ക് യു ഡിയർ ഫ്രണ്ട്സ്.